അമേരിക്കയെ അടിച്ചുതകർത്ത് ഇന്ത്യ വരുന്നു. ഇനി ലക്ഷ്യം നമീബിയ. ബുംറ തിരിച്ചെത്തുന്നു. പടക്കുതിരയായി അഭിഷേക് ശർമ്മയോ അതോ ഭാഗ്യതാരമായി സഞ്ജു സാംസണോ? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇളകിമറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ജയത്തിനപ്പുറം ഒന്നുമില്ലാത്ത പോരാട്ടം. ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ നമീബിയ അംഗത്തിന് തിരശ്ശീല ഉയരുന്നു. നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. T20 ലോകകപ്പില് ഇന്ന് നമീബിയക്കെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ആരാധകർക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളുമായി യുവതാരം തിലക് വർമ്മ. സൂപ്പർ പേസർ ജസ്പ്രീത് ബുംറ നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സജ്ജനാണെന്നും വയറിലെ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്ന ഓപ്പണർ അഭിഷേക് ശർമ്മ ആശുപത്രി വിട്ടെന്നും ഇന്ത്യൻ താരം തിലക് വർമ്മ പറഞ്ഞു. പനിയെ തുടർന്ന് അമേരിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറ കളിച്ചിരുന്നില്ല. എന്നാൽ നാളത്തെ മത്സരത്തിൽ ബുംറ സെലക്ഷന് ലഭ്യമാണെന്ന് തിലക് പറഞ്ഞു. എങ്കിലും അന്തിമ ഇലവനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം നാളെ മത്സരത്തിന് മുമ്പ് മാത്രമേ കൈകൊള്ളുകയുള്ളൂവെന്നും തിലക് വ്യക്തമാക്കി. ബുംറ പ്ലേയിംഗ് 11-ൽ തിരിച്ചെത്തിയാൽ ആദ്യ മത്സരത്തിൽ കളിച്ച മുഹമ്മദ് സിറാജിന് സ്ഥാനം നഷ്ടമാകാനാണ് സാധ്യത. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അഭിഷേക് ശർമ്മ ഇന്ന് ആശുപത്രി വിട്ടെന്നും തിലക് വ്യക്തമാക്കി. അഭിഷേക് ഇന്ന് ആശുപത്രി വിട്ടു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. മത്സരത്തിന് ഇനിയും ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. നാളെ അഭിഷേകിന്റെ ആരോഗ്യസ്ഥിതി നോക്കിയ ശേഷമാകും പ്ലേയിംഗ് 11-ൽ കളിക്കുമോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും തിലക് വർമ്മ വ്യക്തമാക്കി. അഭിഷേക് ശർമ്മയ്ക്ക് നാളെ വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ സഞ്ജു സാംസണ് ഓപ്പണറായി ടീമിലെത്തിയേക്കും. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ മോശം ഫോമിനെ തുടർന്ന് ആദ്യ മത്സരത്തില് സഞ്ജുവിന് പകരം ഇഷാൻ കിഷനാണ് വിക്കറ്റ് കീപ്പറായി ഇടം പിടിച്ചത്. എന്നാൽ അഭിഷേകിന്റെ അഭാവം സഞ്ജുവിന് വീണ്ടും പ്ലേയിംഗ് 11-ൽ അവസരം നൽകുമെന്നാണ് കരുതുന്നത്. ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഗ്രൂപ്പ് എയിലെ ഇന്ത്യ നമീബിയ പോരാട്ടം നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തിയ ഇന്ത്യ നമീബിയയെയും തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താനാണ് ലക്ഷ്യമിടുന്നത്.